ഇച്ച എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല പെയിനുണ്ട്. നല്ല പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഒരു 2 സെൻറ്റിമീറ്റർ ആയപ്പോൾ തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ കുഞ്ഞാവ് നമ്മുടെ അടുത്ത് ഇങ്ങനെ കിടക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് ആ ടൈമിൽ അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു 2 സെൻറ്റിമീറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് എപ്പിഡൂറൽ എടുത്തിട്ടുണ്ടായിരുന്നേ. എപ്പിഡൂറൽ എടുത്തു കഴിഞ്ഞ് സത്യം പറയാമല്ലോ, ഞാൻ പെയിൻ വലിയതായിട്ട് അനുഭവിച്ചൊന്നുമില്ല. ഞാൻ വളരെയധികം ഹാപ്പിയായിരുന്നു. ലേബറിൽ ഞാൻ അങ്ങനെ കിടന്നു കേട്ടോ. ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ച ഒന്ന് എപ്പിഡൂറൽ എടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെളിയിൽ നിൽക്കുന്നവരുടെ അടുത്തൊക്കെ കാര്യം പറയാനും എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇടയ്ക്ക് കയറും. ഒരു സ്ഥലത്താണ്, എവിടെന്നറിയാം, ലേബർ റൂമിലാണ്. നമ്മുടെ ആൾക്ക് എപ്പിഡൂറിലൊക്കെ ഇട്ടിട്ട് റെസ്റ്റിങ്ങിലാണ്. എപ്പിഡൂറിലൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരോടും വർത്താനവും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. ഇച്ചവിൻ്റെ അടുത്തുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കാനും ഉറക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പെയിൻ ഒരു 2 സെൻറ്റിമീറ്ററിൽ തന്നെ എപ്പിഡൂറിൽ എടുത്തുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ ഡോക്ടർ മധുജ മാം കേട്ടോ. കുഞ്ഞൊക്കെ അപ്പോഴത്തേനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടുമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ കാരണം ആ ഒരു ടൈമിൽ എടുക്കാൻ തോന്നിയില്ല. ഇച്ചായാലും എൻ്റെ ആ ഒരു ഡെലിവറി ടൈമിൽ കൂടെ ഉണ്ട്. പക്ഷേ ആ ടൈമിൽ പുള്ളിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് തോന്നിയത്. അതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല. എൻ്റെ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പഠിച്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിൽക്കുന്ന പുള്ളിക്കാരി തന്നെയാണ്. എൻ്റെ ആ ഒരു ഡെലിവറി ടൈമിൽ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യാമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്തൊരു മേഡമായിരുന്നു കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും പുള്ളിക്കാരി എടുത്ത് മതി വരത്തില്ല. അത്രയ്ക്കും എൻ്റെ ഒരു ആദ്യ വീക്ക് തൊട്ട് ഈ ഒരു 39 ആഴ്ച വരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ എനിക്ക് വേറൊരാൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഫൈനലി കുഞ്ഞിനെ ഇച്ച ഓൾറെഡി ഞാനും ഇച്ചായും കൂടെ കാണണം, എൻ്റെയും ഇച്ചായും ഒരുമിച്ച് കാണണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്തായാലും സാധിച്ചു. അങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്തു, നമ്മുടെ പ്രെയറൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും ഹൈറായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം അങ്ങനെ ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. ഞങ്ങളങ്ങനെ സുട്ടുവും ഞാനും ഇച്ചായും സീറ്റിയും അങ്ങനെ ഒരു കുഞ്ഞു വാവയും കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം അടിപൊളിയായിരുന്നു.